വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. മലപ്പുറം കോട്ടയ്ക്കലിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വയസ്സുകാരൻ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം കോട്ടയ്ക്കൽ പാങ്ങ് സ്വദേശികളായ ഹിറ ഹറീറിന്റെയും നവാസിന്റെയും മകൻ SN ഇർഫാനാണ് മരിച്ചത്. കുട്ടിയുടെ മൃതദേഹം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് സാധ്യത. കുഞ്ഞു മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് എന്ന ആരോപണം വ്യാപകമായതോടെയാണ് നടപടി. സംഭവത്തിൽ വ്യക്തത വരുത്താൻ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം കുഞ്ഞിന്റെ ബന്ധുക്കൾ ഈ ആരോപണം തള്ളിക്കളഞ്ഞു. അക്യൂപങ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ അശാസ്ത്രീയ ചികിത്സാ രീതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. വീട്ടിൽ വെച്ചാണ് ഇവർ കുട്ടിയെ പ്രസവിച്ചത്. വീട്ടിൽ ജനിച്ച കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പും വിശദമാക്കുന്നു. സംഭവത്തിൽ പോലീസ് രക്ഷിതാക്കളുടെ മൊഴിയെടുക്കുകയാണ്. ആരോഗ്യവകുപ്പും അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഒരു വയസ്സുകാരന്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെന്നാണ് പരാതി. കുഞ്ഞിന് മഞ്ഞപ്പിത്തമില്ലായിരുന്നുവെന്നും പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് കുഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. പിന്നാലെ ഒരു ഡോക്ടർ വീട്ടിലെത്തി പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചുവെന്നും കുഞ്ഞിനെ കോട്ടക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് വീട്ടുകാർ പറയുന്നത്. അതേസമയം കുഞ്ഞിന് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് മതിയായ ചികിത്സ ലഭിച്ചിരുന്നുവോ എന്നാണ് അവർ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മഴ നനഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറുമെന്ന തരത്തിലുള്ള അബദ്ധധാരണകളടക്കം മാതാപിതാക്കൾക്കുണ്ടായിരുന്നുവെന്ന വിവരങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കോട്ടക്കലിലെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞു മരിച്ചത്. കുറച്ചു ദിവസങ്ങളായി കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ രോഗം മൂർച്ഛിച്ചിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക ചികിത്സ നൽകാനോ മാതാപിതാക്കൾ തയ്യാറായില്ല. കുഞ്ഞിനെ മഴ നനയുന്നതടക്കമുള്ള ചികിത്സാ രീതികൾ ഇവർ നടത്തിയിരുന്നതായാണ് വിവരം. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞോടെ കുഞ്ഞിന്റെ സ്ഥിതി അതീവ ഗുരുതരമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെന്നാണ് വിവരം. വൈകുന്നേരത്തോടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ പള്ളിയിൽ കുഞ്ഞിനെ സംസ്കരിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മലപ്പുറം DMO വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പിന്നാലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹിറയുടെയും നവാസിനെ വീട്ടിലെത്തി മൊഴിയെടുത്തു. നവാസ് കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയിരിക്കുകയാണ്. ഹിറ ആരോടും സംസാരിക്കാവുന്ന അവസ്ഥയിലുമല്ല. വീട്ടിൽ ബാക്കിയുള്ള ബന്ധുക്കളോട് ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. 2024 ഏപ്രിൽ 24-നാണ് SN ജനിച്ചത്. വീട്ടിലാണ് ഹിറയുടെ പ്രസവം നടന്നത്. ഒരു വയസ്സായിട്ടും കുഞ്ഞിന് ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പും മാതാപിതാക്കൾ നൽകിയിരുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.